ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ നോമ്പുകാലത്തിലാണല്ലോ. പരസ്പരം സന്ദേശങ്ങൾ കൈമാറി ഈ ചൈതന്യത്തിൽ ശക്തിപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് ഇവിടെ. പ്രധാനമായിട്ട് നോമ്പിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നോമ്പ് എന്ന വാക്ക് 2 പദങ്ങളിൽ നിന്ന് വന്നതായിട്ട് കേട്ടിട്ടുണ്ട്. നോയി, അതുപോലെ തന്നെ അൻപ് എന്നീ 2 പദങ്ങൾ ചേർന്നാണ് നോമ്പ് എന്ന വാക്ക് ഉണ്ടായത്. നോയി എന്ന വാക്കിൻ്റെ അർത്ഥം വേദന, അൻപ് എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം സ്നേഹം എന്നാണ്. അപ്പോൾ സ്നേഹത്തോടെ വേദന ഏറ്റെടുക്കുന്ന കാലത്തെയാണ് നൊയമ്പ് കാലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ അർത്ഥവത്തായ ഒരു വാക്കായി അങ്ങനെ നൊയമ്പ് മാറുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് സ്നേഹത്തോട് വേദനകൾ ഏറ്റെടുക്കുക? ഈശോയെ പോലെ ആകാൻ വേണ്ടിയാണ്. നമ്മിൽ നിന്ന് ചിലതെല്ലാം മാറ്റിക്കളഞ്ഞ് ചിലതെല്ലാം കൂട്ടിച്ചേർത്ത് വെച്ച് ഈശോയിലേക്ക് രൂപാന്തരപ്പെടുന്നതിന് വേണ്ടി നമ്മൾ മനഃപൂർവ്വം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന വേദനകളുടെ ഒരു കാലമാണ് നൊയമ്പ് കാലം. പ്രധാനമായിട്ടും നമ്മൾ ഏറ്റെടുക്കേണ്ട വേദന ഈശോയുടെ ഒപ്പമായിരിക്കാനുള്ള പരിശ്രമമാണ്. കുറച്ച് കൂടുതൽ സമയം പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അനുദിനം ദിവ്യബലി അർപ്പിച്ചും ജപമാല ചൊല്ലിയും വ്യക്തിപരമായി പ്രാർത്ഥിച്ചും കുടുംബത്തോടൊപ്പം പ്രാർത്ഥിച്ചുമൊക്കെ ഈശോയോടൊപ്പമായിരിക്കാനുള്ള ഒരു കാലമാണ് നൊയമ്പ് കാലം. പ്രാർത്ഥന നമ്മെ രൂപാന്തരപ്പെടുത്തും. താബോറിൽ നമ്മളത് കാണുന്നുണ്ടല്ലോ. സ്വർഗത്തിലെ വ്യക്തികളുമായിട്ട് ഈശോ സംസാരിച്ച് രൂപാന്തരപ്പെടുന്നത് കണ്ട് ശിഷ്യന്മാർ വല്ലാതെ വിസ്മയഭരിതരായി. അങ്ങനെ തേജസ്സുള്ളവരായി തീരാൻ ആ പ്രാർത്ഥനയിലേക്ക് നമ്മൾ കടന്നു വരണം. രണ്ടാമതായിട്ട് നോമ്പുകാലത്ത് നാം സന്തോഷപൂർവ്വം സ്നേഹപൂർവ്വം ഏറ്റെടുക്കുന്ന വേദന മറ്റുള്ളവരുടെ ഒപ്പമായിരിക്കാനുള്ളതാണ്. സേവനത്തിൻ്റേതായൊരു വേദന, ആരുടെയും കണ്ണീര് വീഴാതെ എല്ലായിടത്തും പുഞ്ചിരി പൊഴിക്കാനായിട്ട് സാധിക്കുന്ന വിധത്തിൽ പെരുമാറാൻ ഈ കാലം നമ്മളെ സഹായിക്കണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നോമ്പുകാലം വളരെ ഫലപ്രദമായിട്ട് തീരും. പ്രസിദ്ധ വാഗ്മിയായ പോൾ തേലക്കാട്ടച്ചൻ എഴുതിയൊരു പഴയ ലേഖനം എൻ്റെ ഓർമ്മയിലുണ്ട്. അതിനകത്ത് നോമ്പ് എന്ന വാക്കിന് ഒരു ആദിമ രൂപമുണ്ടായിരുന്നത് അദ്ദേഹം പറയുകയാണ്. സോക്രട്ടീസ് പറയുന്നത് ജിംനേഷ്യം എന്ന വാക്ക് സോക്രട്ടീസ് നോമ്പിന് പകരം ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുക. ജിംനേഷ്യം നമുക്കറിയാം, ശരീരത്തിൻ്റെ കാന്തിയും ആരോഗ്യവും സൗന്ദര്യവും വർദ്ധിപ്പിക്കുന്ന ചില പ്രാക്ടീസുകൾ നമ്മൾ സ്വയം ഏറ്റെടുക്കുന്ന ഒരു സംഗതിയാണത്. എന്നാൽ സോക്രട്ടീസ് യഥാർത്ഥത്തിൽ ആത്മാവിൻ്റെ കാന്തിയും ആത്മാവിൻ്റെ ആരോഗ്യവും ആത്മാവിൻ്റെ സൗന്ദര്യവും വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് കണ്ടുപിടിച്ചൊരു വാക്കാണ് ജിംനേഷ്യം. ഇങ്ങനെ ചില പരിശീലന മുറകളിലൂടെ നമ്മുടെ ആത്മാവിനെ കൂടുതൽ കാന്തിയുള്ളതാക്കി ആരോഗ്യമുള്ളതാക്കി മറ്റുള്ളവർക്ക് നന്മ പകരുന്ന സൗന്ദര്യപൂർണമായതും കാന്തി നിറഞ്ഞതും ആരോഗ്യമുള്ളതും ഒക്കെ ആക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു കാലമാണ് നോമ്പുകാലം. ഈ നോമ്പുകാലത്ത് നമുക്കതിനു വേണ്ടിയൊരു പരിശ്രമം നടത്താം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹത്തോടുകൂടി ചില ത്യാഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ ആത്മാവിനെ ഏറ്റവും സൗന്ദര്യപൂർണമായി ഒന്നാക്കി മാറ്റാൻ സഹായിക്കണമേ. അതുമൂലം ചുറ്റുമുള്ള ലോകത്തെ കൂടുതൽ മനുഷ്യത്വമുള്ളതും സ്നേഹം നിറഞ്ഞതും ജീവിക്കാൻ ഏറ്റവും സന്തോഷകരമായൊരു സ്ഥലമാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കും. നോമ്പുകാലം നമുക്കെല്ലാവർക്കും ഫലദായകമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദിയോടെ.